ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞത് കൃഷ്ണൻ ഭാമയെയും ജാമ്പവതിയെയും വേളി കഴിച്ചു എന്നുള്ളതാണ്. ആ കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കൃഷ്ണന് 27 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ജാമ്പവതിയെയും ഭാമയെയും കൃഷ്ണൻ വേളി കഴിക്കുന്നത്. ഇനി എന്താണ് കൃഷ്ണന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ കഥാഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഭാഗവുമാണ്. പലർക്കും ഒരുപക്ഷെ ഈ കഥ അറിയണം എന്നുമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി, ഭക്തിയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. ഹരേ കൃഷ്ണ. സത്രാജിത്തിന്റെ വധവും സ്യമന്തകമണിയുടെ മോഷണവുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഭഗവാൻ വേളി കഴിച്ചതിനു ശേഷം ആ കാലത്ത് വാരണാവതത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന പാണ്ഡവന്മാരും അവരുടെ മാതാവായ കുന്തിദേവിയും അരക്കില്ലത്തിൽ കിടന്നു വെന്തു മരിച്ചുപോയി എന്നുള്ള ആ വിവരം സഞ്ചാരികളിൽ നിന്ന് ദ്വാരകയിൽ അറിയുന്നു. ഈ ഭാഗം മഹാഭാരതത്തിലുള്ളതാണ്. അരക്കില്ലത്തിൽ വെന്തു മരിച്ചുപോയി കുന്തിയും മക്കളും. ഈ വിവരം എവിടെ അറിയുന്നു? ദ്വാരകയിൽ അറിയുന്നു. വസുദേവരുടെ സഹോദരിയാണ് കുന്തി. അനുജത്തിയുടെയും മക്കളുടെയും ഈ ദയനീയമായ മരണ വാർത്ത കേട്ടിട്ട് വസുദേവർക്ക് വളരെയധികം സങ്കടമാണ് ഉണ്ടായത്. അച്ഛനെ ഒരു വിധം പറഞ്ഞ് സമാധാനപ്പെടുത്തിയതിനു ശേഷം അച്യുതൻ സത്യസ്ഥിതി അറിയുന്നതിനു വേണ്ടി ജ്യേഷ്ഠനായ രാമനും ഒരുമിച്ചിട്ട് എവിടേക്ക് പോകുന്നു? ഹസ്തിനപുരത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഭീഷ്മരെയും ധൃതരാഷ്ട്രരെയും ദുര്യോധനനെയും ഒക്കെ കണ്ടിട്ട് ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു. വിതുരരെ കാണാൻ പറ്റിയില്ല കൃഷ്ണന്. ദുര്യോധനന്റെ വഞ്ചനയാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ളത് എന്ന് ആര് മനസ്സിലാക്കുന്നു? കൃഷ്ണൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൃഷ്ണൻ ഹസ്തിനപുരിയിൽ താമസിക്കുന്നു. അതിൻ്റെ ഇടയിൽ ദ്വാരകയിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഭാമയെ തനിക്കു നൽകാമെന്ന് വാക്കു പറഞ്ഞിരുന്ന സത്രാജിത്ത് ഒടുവിൽ തന്നെ വഞ്ചിച്ചിട്ട് ഭാമയെ ആർക്ക് കൊടുത്തു? കൃഷ്ണനു കൊടുത്തു എന്ന കാരണത്താൽ ശതധന്വാവ് എന്ന കശ്മലനായ ആ ദുഷ്ടൻ കൃതവർമാവ് എന്ന ദുഷ്ടന്റെ പ്രേരണയാൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ വെട്ടിക്കൊല്ലുകയും സ്യമന്തകമണി എടുത്തുകൊണ്ട് കടന്നു കളയുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സത്രാജിത്ത് ശതധന്വാവ് എന്ന് പറഞ്ഞിരുന്ന ഒരു ശ്രേഷ്ഠന്, അന്ന് ശ്രേഷ്ഠനാണ് എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിക്ക് ഭാമയെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീടുണ്ടായ ചില സംഭവങ്ങളുടെ പ്രേരണയാൽ സത്രാജിത്ത് വാക്കുമാറ്റുകയും ഭാമയെ കൃഷ്ണന് കൊടുക്കുകയും ചെയ്തു. ആ ദേഷ്യത്തിലാണ് ഈ ശതധന്വാവ് കൃതവർമാവിന്റെ പ്രേരണയാൽ സത്രാജിത്തിനെ വെട്ടിക്കൊല്ലുകയും സ്യമന്തകം എടുത്തുകൊണ്ട് കടന്നു കളയുകയും ചെയ്തത്. ഈ കൃതവർമാവ് യാദവ വംശത്തിൽ പിറന്നവന് ആയിരുന്നു. അങ്ങനെ സത്രാജിത്ത് മരണപ്പെടുകയാണ്. ആ സമയത്ത് ഭക്തനായ അക്രൂരനും കൂടെയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും
ദുഃഖകരമായ വാർത്ത. പിന്നീട് ഈ അക്രൂരനും ശതധന്വാവും നാട് വിടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അക്രൂരൻ അങ്ങനെ ചെയ്തത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഭക്തനായ അക്രൂരനും ഈ കാര്യത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. പിതാവിന്റെ മരണവാർത്ത കേട്ട് സത്യഭാമ ബോധം കെട്ട് നിലത്തു വീണുപോയി. രുക്മിണിയും ജാമ്പവതിയും അവളെ ആവും വിധം സമാധാനപ്പെടുത്തിയെങ്കിലും ഭാമയുടെ ദുഃഖത്തിന് ഒരു കുറവും വന്നില്ല. കാരണം സത്രാജിത്തിന്റെ ഏകപുത്രിയാണ് ഭാമ. കൃഷ്ണൻ ഇവിടെ ഇല്ലാത്ത സമയം, ദ്വാരകയിൽ ഇല്ലാത്ത സമയം നോക്കിയാണ് ഇപ്രകാരം ഒരു ദുഷ്ടകൃത്യം നടന്നത്. അങ്ങനെ സത്രാജിത്ത് മരണപ്പെട്ടുവെന്നും ഭാമ അതീവ ദുഃഖിതയായി അന്തഃപുരത്തിൽ കിടക്കുകയാണ് എന്നും ആരറിയുന്നു? ഉഗ്രസേനൻ അറിയുന്നു. അതോടുകൂടി കൃഷ്ണൻ വരുന്നതുവരെ സത്രാജിത്തിന്റെ മൃതശരീരം എണ്ണത്തോണിയിലിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് ഉഗ്രസേനൻ കൽപ്പിക്കുകയും അതനുസരിച്ചിട്ട് ചെയ്യുകയും ചെയ്തു. സമർത്ഥയായ സത്യഭാമ ഉടൻ തന്നെ കുറച്ച് അംഗരക്ഷകന്മാരും ഒരുമിച്ച് എവിടേക്ക് പോകുന്നു? ഹസ്തിനപുരിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് കൃഷ്ണനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. പെട്ടെന്ന് തന്നെ രാമനും കൃഷ്ണനും ധൃതരാഷ്ട്രരോട് യാത്ര പറഞ്ഞ് ഭാമയുടെ ഒപ്പം ദ്വാരകയിലേക്ക് തിരിച്ചു പോരുകയാണ്. അവിടെ എത്തി ശതധന്വാവിനെ അന്വേഷിച്ചപ്പോൾ അയാൾ അവിടെ ഇല്ല, നാട് വിട്ടുപോയി എന്നുള്ള വിവരമാണ് അറിഞ്ഞത്. എവിടെ ചെന്നിട്ടെങ്കിലും അയാളെ കണ്ടുപിടിച്ച് കൊല്ലണം എന്ന ചിന്തയിൽ കൃഷ്ണൻ രഥത്തിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ അവിടേക്ക് ഒരാൾ എത്തിച്ചേരുന്നു. ആരാണത്? ഒരു ദൂതനാണ്. എന്തിനാണ് ആ ദൂതൻ വന്നത്? ദ്രുപദ രാജ്യത്തിലെ ദ്രുപദന്റെ പുത്രിയായ ദ്രൗപദിയുടെ സ്വയംവരമാണ്. ആ സ്വയംവരത്തിൽ പങ്കെടുക്കണം എന്ന് അറിയിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്തും കൊണ്ടാണ് ആ ദൂതൻ അവിടേക്ക് വന്നത്. അങ്ങനെ ശതധന്വാവിനെ അന്വേഷിക്കുന്ന കാര്യം തൽക്കാലം കൃഷ്ണൻ നിർത്തിവെക്കുകയും രാമനും കൃഷ്ണനും നേരെ പാഞ്ചാലപുരിയിലേക്ക്, ദ്രുപദ രാജ്യത്തിലേക്ക് പോവുകയും ചെയ്തു. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് ബ്രാഹ്മണ വേഷത്തിൽ വന്ന് അമ്പെയ്ത് യന്ത്രക്കിളിയെ വീഴ്ത്തിയ പാർത്ഥനെയും ജ്യേഷ്ഠ അനുജന്മാരെയും കൃഷ്ണൻ അവിടെ വെച്ച് തിരിച്ചറിയുകയും ഇത് പാണ്ഡവരാണ് എന്ന് ജ്യേഷ്ഠനായ രാമന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാണ്ഡവർ അരക്കില്ലത്തിൽ കിടന്ന് വെന്തു മരിച്ചു പോയിട്ടില്ല എന്ന് അതോടുകൂടി എല്ലാവരും അറിയുന്നു. ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, ദുര്യോധനൻ, കർണൻ, ശകുനി, ജരാസന്ധൻ, കോസലൻ, പാണ്ഡ്യൻ, ഇങ്ങനെ ധാരാളം രാജാക്കന്മാര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ടാണ് ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ പാഞ്ചാലിയെ പരിഗ്രഹിച്ചത്. വിവാഹത്തിനു ശേഷം അന്നു തന്നെ കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് കുശവഗ്രഹത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന കുന്തിദേവിയെ ചെന്നു കാണുകയും അപ്പച്ചിയെ വന്നിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അന്നാണ് ആദ്യമായി കൃഷ്ണൻ അപ്പച്ചിയെ നേരിട്ട് കാണുന്നത്. പിതൃസഹോദരിയെയും മക്കളായ പാണ്ഡവരെയും കൃഷ്ണൻ അങ്ങനെ ആദ്യമായി കാണുകയാണ്. ആ പാഞ്ചാലപുരിയിൽ വെച്ചിട്ടാണ് ആ കൂടിക്കാഴ്ച ആദ്യമായി നടക്കുന്നത്. അർജുനന് ആ സമയം 27 വയസ്സും കൃഷ്ണന് 27 അര വയസ്സുമാണ് പ്രായം. അതായത് 6 മാസത്തിന്റെ വ്യത്യാസമാണ് അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ദ്രൗപദിയെ പരിണയിച്ച ആ മഹോത്സവത്തിൽ പങ്കെടുത്തതിനു ശേഷം ഉടൻ തന്നെ രാമനും കൃഷ്ണനും എവിടേക്ക് എത്തിച്ചേരുന്നു? ദ്വാരകയിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് ഉടൻ തന്നെ ശതധന്വാവിനെ അന്വേഷിക്കുന്നതിനായി രാമനും കൃഷ്ണനും രഥത്തിൽ കയറി പുറപ്പെടുകയാണ്.
തന്നെ അന്വേഷിച്ച് രാമനും കൃഷ്ണനും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ ശതധന്വാവ് പ്രാണഭീതിയോടുകൂടി അക്രൂരനെയും കൃതവർമാവിനെയും ചെന്നു കാണുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മഗധനെ ജയിച്ചവൻ, കംസനെ കൊന്നവൻ, ഗോവർദ്ധന പർവ്വതം ഉയർത്തിയവൻ, അനവധി അസുരന്മാരെ കൊന്നവൻ, അങ്ങനെയുള്ള കൃഷ്ണനോട് എതിർക്കുവാൻ ആരെ കൊണ്ടും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഈ ശതധന്വാവിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി എന്താണ് ഗതി? ഒരിടവും തനിക്ക് രക്ഷയില്ല എന്ന് കണ്ടിട്ട് ശതധന്വാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്യമന്തകമണി കൃഷ്ണഭക്തനായ അക്രൂരനെ ഏൽപ്പിച്ചിട്ട് ഒരു കുതിരയുടെ പുറത്തു കയറി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ലക്ഷ്യബോധമില്ലാതെ പായുകയാണ്. രാമകൃഷ്ണന്മാരുടെ രഥവും അവന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു. ജനകരാജധാനിയായ മിഥിലാപുരിയുടെ പ്രാന്തപ്രദേശത്തിനടുത്തെത്തിയപ്പോൾ ശതധന്വാവിൻ്റെ കുതിര ചത്ത് നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. അതോടുകൂടി കുതിരയെ വിട്ട് രഥവും വിട്ട് ശതധന്വാവ് ഓടാൻ തുടങ്ങി. കൃഷ്ണൻ രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഒടുവിൽ മിഥിലയുടെ ഉത്തരഭാഗത്ത് ഒരു ഉദ്യാനത്തിൽ വെച്ച് കൃഷ്ണൻ അവനെ പിടികൂടുകയും അവന്റെ കഴുത്തു മുറിച്ച് അവനെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം അവന്റെ സഞ്ചിയൊക്കെ പരിശോധിച്ചിട്ടും സിമന്തകമണി കണ്ടെത്താൻ കൃഷ്ണന് കഴിഞ്ഞില്ല. അക്കാര്യം കൃഷ്ണൻ രാമനെ അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ കൃഷ്ണൻ വന്ന് പറഞ്ഞപ്പോൾ ബലരാമൻ ആദ്യമായി കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു. രാമൻ പറയുകയാണ്, ഒരുപക്ഷെ ഇവൻ നിരപരാധി ആയിരിക്കും. സത്യാവസ്ഥ അറിയാതെ അവനെ കൊന്നത് കഷ്ടമായിപ്പോയി. തന്നെയുമല്ല, അവൻ നിരായുധനായി പേടിച്ചോടിയവനാണ്. അങ്ങനെയുള്ള അവനെ വധിക്കുന്നത് ധർമ്മമല്ല. നാട്ടിലൊക്കെ ഒരു വർത്തമാനം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അതായത് സത്രാജിത്തിനെ വധിക്കുവാൻ നിന്റെ അറിവോടുകൂടി അക്രൂരൻ, നിന്റെ ഭക്തനാണ് അക്രൂരൻ, അങ്ങനെയുള്ള അക്രൂരൻ കൂട്ടുനിന്നു എന്ന് ഞാൻ കേൾക്കുന്നു. ഒരുപക്ഷെ അത് സത്യമല്ലായിരിക്കാം, ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം. എങ്കിലും അങ്ങനെ ഒരു വർത്തമാനം നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന നിലയിൽ രാമൻ കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ജ്യേഷ്ഠന്റെ വിശ്വസ്തനാണ് കൃതവർമാവ്. അങ്ങനെയുള്ള കൃതവർമാവ് യോഗ്യനാണോ? എന്തു കഠിന പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് കൃതവർമാവ്. അവന്റെ പ്രേരണയിലാണ് ശതധന്വാവ് സത്രാജിത്തിനെ വധിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു കിംവദന്തിയും കേൾക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, ശതധന്വാവിന്റെ കൈവശം രത്നമില്ലാത്ത സ്ഥിതിക്ക് ആ രത്നം ഒരുപക്ഷെ അക്രൂരന്റെയോ കൃതവർമാവിൻ്റെയോ കയ്യിലാകാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് കൃഷ്ണൻ തിരിച്ചും പറയുന്നു. അതായത് ഇവിടെ അക്രൂരൻ കൃഷ്ണന്റെ സുഹൃത്താണ്, അക്രൂരൻ സഹായിച്ചിട്ടുണ്ട് എന്ന നിലയിൽ രാമൻ പറയുമ്പോൾ, കൃതവർമാവ് രാമന്റെ സുഹൃത്താണ് എന്ന നിലയിൽ കൃഷ്ണനും പറയുന്നു. ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ രാമന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. രാമന് വല്ലാതെ ദേഷ്യം വന്നിട്ട്, എന്നാൽ നീ ദ്വാരകയിൽ പോയി ആ രത്നമണി ആരുടെ കൈവശമാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കൂ. അതിന് എൻ്റെ ആവശ്യമില്ല. നിന്റെ തോന്നിവാസ പ്രവർത്തികൾ കാണാൻ തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് രാമൻ അല്പം ദേഷ്യത്തോടു കൂടി പറയുകയും, അങ്ങനെ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും ഒരു ചെറിയ പിണക്കം അവിടെ വെച്ച് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ രാമൻ കൃഷ്ണന്റെ കൂടെ പിന്നീട് ദ്വാരകയിലേക്ക് തിരിച്ചു പോയതുമില്ല. വിദേഹ രാജ്യത്തിലെ
രാജാവിൻ്റെ പ്രത്യേക ക്ഷണവും സൽക്കാരവും സ്വീകരിച്ച് രാജകീയ അതിഥിയായി രാമൻ 4 വർഷം മിഥിലയിൽ താമസിക്കുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം രാമൻ 4 വർഷം എവിടെ താമസിച്ചു? മിഥിലയിൽ താമസിച്ചു. ആ കാലത്ത് ഹസ്തിനപുരത്തിലെ യുവരാജാവായ ദുര്യോധനൻ രാമന്റെ ശിഷ്യനായി തീരുന്നു. ഈ 4 വർഷം മിഥിലയിൽ വെച്ചാണ് രാമൻ ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിച്ചത്. അതുമൂലം ദുര്യോധനനോട് തൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ ഒരു പ്രത്യേകമായ സ്നേഹം രാമന് ഉണ്ടാവുകയും ചെയ്തു. കാരണം മിടുമിടുക്കനായിരുന്നു ദുര്യോധനൻ. അങ്ങനെ മുകുന്ദൻ എവിടെ എത്തിച്ചേരുന്നു? ദ്വാരകയിൽ എത്തിച്ചേരുന്നു. മണി ലഭിക്കാത്ത വിവരം ദ്വാരകയിലുള്ള എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. എപ്പോഴെങ്കിലും മണി താൻ കണ്ടുപിടിക്കുമെന്നും കുറ്റവാളികളുടെ കഴുത്തറത്ത് അവരെ കൊല്ലുമെന്നും, അതായത് മണി മോഷ്ടിച്ചു കൊണ്ടുപോയ കുറ്റവാളികളെ കഴുത്തറുത്തു കൊല്ലുമെന്നും കൃഷ്ണൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കേട്ട് അക്രൂരനും കൃതവർമാവും വല്ലാതെ ഭയപ്പെട്ടു. എന്നിട്ട് അവർ രണ്ടുപേരും എന്തു ചെയ്യുകയാണ്? ആരും അറിയാതെ നാട് വിടുകയാണ്. എന്നിട്ട് എവിടേക്കാണ് നാട് വിട്ടു പോയത്? കാശിയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് താമസിച്ചു, ആരും അറിയാതെ കാശിയില്. ഈ സമയമൊക്കെ സത്രാജിത്തിന്റെ ആ മൃതശരീരം എണ്ണത്തോണിയിൽ കിടക്കുകയാണ്. അങ്ങനെ എണ്ണത്തോണിയിൽ ഇട്ടിരുന്ന സത്രാജിത്തിന്റെ ആ മൃതശരീരം ആചാരവിധി പ്രകാരം കൃഷ്ണൻ വേണ്ടവണ്ണം സംസ്കരിപ്പിച്ചു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. കൃഷ്ണൻ സത്യഭാമയെ കൊണ്ട് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിപ്പിച്ചു. ഇവിടെ സത്രാജിത്തിന്റെ ഏക പുത്രിയാണ് ആര്? ഭാമ. ആ ഭാമയെ കൊണ്ടാണ് കൃഷ്ണൻ എന്തു ചെയ്യിപ്പിച്ചത്? പിതൃകർമ്മങ്ങൾ അനുഷ്ഠിപ്പിച്ചത്. നമ്മുടെ ഹിന്ദുമതത്തിൽ പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ കാലത്ത്. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. പഴയ കാലത്ത് പലരും പറയും പുത്രിക്കല്ല അവകാശം, പുത്രനാണ് അവകാശമെന്ന്, ഇല്ലേ? ആൺകുട്ടികളാണ് ചെയ്യേണ്ടത്, പെൺകുട്ടികളല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു പതിവ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇല്ലേ? പെൺകുട്ടി മാത്രമുള്ള വീട്ടില് അനന്തരവരെയും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളെയും ഒക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? കൃഷ്ണൻ എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? ഭാമയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാഗവതത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലും ഒന്നും തെറ്റായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും ഒന്നും പഠിക്കാതെ ഇതിൻ്റെ ഇടയ്ക്കു നിന്ന് കുറെ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ജനത വഴി പിഴച്ചു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് സംശയം ഏതു കാര്യത്തിലും തോന്നുന്നു എങ്കിലും നമ്മൾ ഉടൻ തന്നെ ഭാഗവതമോ രാമായണമോ ഭഗവത്ഗീതയോ എടുത്ത് വായിച്ചു നോക്കുക. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ 3 ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അങ്ങനെ കൃഷ്ണൻ ഭാമയെ കൊണ്ടാണ് സത്രാജിത്തിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. താൻ ചെയ്ത അപരാധത്തെ കുറിച്ചോർത്ത് പശ്ചാത്തപിച്ച് അതിന് പരിഹാരമായി ഭഗവാന്റെ സേവയും സൽക്കർമ്മങ്ങളും നടത്തി അക്രൂരൻ വാരണാസിയിൽ കഴിയുന്ന കാലത്ത് ദ്വാരകയിൽ മഴയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു.
കാലാകാലം ഉണ്ടായിക്കൊണ്ടിരുന്ന മഴ നിലച്ചു പോയതുകൊണ്ട് ജനങ്ങൾക്ക് വളരെയധികം സങ്കടമാണ് ഉണ്ടായത്. വൃദ്ധന്മാർ എല്ലാവരും കൃഷ്ണനെ കാണാനായിട്ട് വരുന്നു. എന്നിട്ട് പറയുകയാണ്, കൃഷ്ണ, പണ്ട് കാശി രാജാവ് 12 വർഷം രാജ്യത്ത് മഴയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു അവസരമുണ്ടായിരുന്നു. ആ അവസരത്തിൽ ശ്വഭൽക്കൻ എന്ന ഒരു ധന്യാത്മാവിനെ വരുത്തി രാജ്യത്തിൽ താമസിപ്പിച്ചു. അതിനുശേഷം സമൃദ്ധിയായി മഴ പെയ്തു. നാട് തണുത്തു. നദികളും പൊയ്കകളും ജലസമ്പൂർണമായി. അതുമൂലം രാജാവിനുണ്ടായ സന്തോഷത്തിന്റെ ഫലമായി അദ്ദേഹം തൻ്റെ പൊന്നോമന പുത്രിയായ ഗാന്ധിനിയെ ഈ ശ്വഭൽക്കന് പത്നിയായി ദാനം ചെയ്യുകയാണ് ചെയ്തത്. ആ ശ്വഭൽക്കന്റെയും ഗാന്ധിനിയുടെയും പുത്രനാണ് അക്രൂരൻ. അക്രൂരൻ വസുദേവരുമായി ഒരു സഹോദര ബന്ധവുമുണ്ട്. പിതാവിനുള്ള എല്ലാ ഗുണങ്ങളും അവനിലുമുണ്ട്. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ അക്രൂരൻ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കാലക്കേട് മാറും, മഴയുണ്ടാകുമെന്ന് ഈ മനുഷ്യരെല്ലാവരും വന്ന് ആരോട് പറയുന്നു? ദ്വാരകയിലുള്ള വൃദ്ധരും ശ്രേഷ്ഠന്മാരായ മറ്റുള്ള മനുഷ്യരുമൊക്കെ വന്നിട്ട് കൃഷ്ണനോട് പറയുന്നു. കാരണം അവർക്ക് അനുഭവ സമ്പത്ത് ധാരാളമായിട്ടുണ്ട്. ദ്വാരകയിൽ മഴയുണ്ടാകണമെങ്കിൽ കൃഷ്ണൻ ഒന്ന് കണ്ണു തുറന്നാൽ മാത്രം മതി. തൻ്റെ ഭക്തോത്തമനായ അക്രൂരനെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം എന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചിട്ടുണ്ട്. തൻ്റെ ഭക്തനാണ് അക്രൂരൻ. അവൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. കൃഷ്ണൻ ഭക്തവത്സലനാണ്, ക്ഷമിക്കും. അതിനു വേണ്ടിയിട്ടാണ് ദ്വാരകയിൽ മഴ പെയ്യിക്കാതെ ഇരുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് കൃഷ്ണൻ തന്നെയാണ് അവിടെയുള്ള ജനങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. കാരണം ഇതെല്ലാം കൃഷ്ണന്റെ മായാലീലകളാണ്. അക്രൂരനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമല്ലോ. അക്രൂരനോടുള്ള ആ ഒരു ദേഷ്യം ജനങ്ങൾക്ക് മാറണം. ജനങ്ങൾ തന്നെ പറയണം അക്രൂരനെ കൊണ്ടുവരൂ എന്ന് പറയണം. അതിനുവേണ്ടി കൃഷ്ണൻ നടത്തിയ ഒരു നാടകമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഭക്തവത്സലനാണ് കൃഷ്ണൻ. തൻ്റെ ഭക്തൻ തന്നെ ഭയപ്പെട്ട് നാടുവിട്ടു പോയിരിക്കുകയാണ്. കൃഷ്ണൻ അതെങ്ങനെ സഹിക്കും? അതുകൊണ്ട് അക്രൂരനെ വരുത്തുവാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെയൊരു കാരണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. വൃദ്ധജനങ്ങളുടെ അഭിപ്രായം മാനിച്ചു എന്ന മട്ടിൽ കൃഷ്ണൻ പെട്ടെന്ന് തന്നെ ഉഗ്രസേനനെ കൊണ്ട് രാജകിങ്കരന്മാരെ കാശിയിലേക്ക് അയക്കുകയും അങ്ങനെ അക്രൂരനെ വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഗാന്ധിനിയുടെ പുത്രൻ പേടിച്ച് കൃഷ്ണന്റെ അടുക്കലേക്ക് വരുന്നു. ശതധ്വന്യാവിന്റെ അനുഭവം തനിക്കും ഉണ്ടാകുമോ എന്ന് ആ ഭക്തൻ ഭയപ്പെടുന്നു. പക്ഷേ കൃഷ്ണൻ അക്രൂരനെ കണ്ട് ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങിപ്പോൾ ഇവിടേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാശിയിൽ അങ്ങയുടെ വ്രതവും അനുഷ്ഠാനങ്ങളും പൂജകളുമെല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്ന് കരുതുന്നു. സ്യമന്തകം അങ്ങയുടെ കയ്യിലുണ്ട് എന്ന് എനിക്കറിയാം. അതിങ്ങു തന്നാൽ എല്ലാവരെയും കാണിച്ച് അവരുടെ സംശയങ്ങൾ തീർത്ത് അങ്ങേക്ക് തന്നെ ഞാൻ തിരിച്ചു നൽകുകയും ചെയ്യാം. സത്രാജ്യത്തിന് ആൺമക്കളില്ല, പെൺകുട്ടിയാണ് ഉള്ളത്. ആ പെൺകുട്ടിക്ക് കുട്ടികളുമില്ല. അതുകൊണ്ട് അതിൻ്റെ അവകാശം ഇപ്പോൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് തന്നെയാണ്. ആ മണി അങ്ങു തന്നെ കഴുത്തിൽ ഇട്ടുകൊള്ളുക എന്ന നിലയിൽ കൃഷ്ണൻ സംസാരിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അക്രൂരന് അല്പം ആശ്വാസമായി. എന്നിട്ട് ഭക്തിയോടുകൂടി തൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സ്യമന്തക രത്നമെടുത്തിട്ട്
കൃഷ്ണന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, പ്രഭോ, ഞാൻ നിരപരാധിയാണ്. കൃതവർമാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ചിട്ടാണ് ശതധ്വന്നാവ് സത്രാജിത്തിനെ വധിച്ചത്. അങ്ങനെ വധിച്ച് ഈ മണി അവനാണ് കരസ്ഥമാക്കിയത്. ഒടുവിൽ പ്രാണഭീതിയോടുകൂടി അയാൾ നാടുവിടാൻ തുടങ്ങിയപ്പോൾ സൂക്ഷിക്കുവാനായി എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് അക്രൂരൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണൻ ആ രത്നം സ്വീകരിക്കുന്നു. എന്നിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. ഉടൻ തന്നെ മിഥിലാപുരിയിലേക്ക് ഒരു ദൂതനെ അയക്കുകയും ബലരാമനെ തിരിച്ച് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും 4 വർഷം കഴിഞ്ഞിരുന്നു. എന്നിട്ട് രാമൻ ദ്വാരകയിലേക്ക് എത്തിച്ചേരുന്നു. രാമനെ സിമന്തകം കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കൃതവർമാവിന്റെ ചതിയെപ്പറ്റി പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശരിയായ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നു. ഒടുവിൽ എല്ലാവരുടെയും, പ്രത്യേകിച്ച് സത്യഭാമയുടെയും സമ്മതപ്രകാരം ആ വിശിഷ്ടമായ സിമന്തകമണി കരുണാനിധിയായ കൃഷ്ണൻ അക്രൂരന് തന്നെ ദാനം ചെയ്യുകയും ചെയ്തു. ഭക്തനും അതേസമയം ദരിദ്രനുമായിരുന്ന അക്രൂരന് ഐശ്വര്യം ദാനം ചെയ്യണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകമായ ഒരു നിമിഷം ഭക്തോത്തമനായ അക്രൂരൻ ഒരു നിമിഷം ശതധ്വന്നാവിന്റെ കൂടെ നിന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു എന്തിനാണ് അക്രൂരൻ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന്. നമ്മൾ ഈ കഥ പറഞ്ഞ് അവസാനമായപ്പോൾ നമുക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ് അക്രൂരനെ കൊണ്ട് ഭഗവാൻ അപ്രകാരം ചെയ്യിപ്പിച്ചത്. കാരണം അങ്ങനെ ചെയ്താലേ സിമന്തകമണി അക്രൂരന്റെ കൈവശം എത്തിച്ചേരുകയുള്ളൂ. തൻ്റെ ഭക്തന്, പ്രത്യേകിച്ച് ദരിദ്രനായ ഭക്തന് ഐശ്വര്യം പ്രദാനം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരമുള്ള ലീലകളൊക്കെ ഭഗവാൻ ആടിയതും അക്രൂരനെ കൊണ്ട് ചെയ്യിപ്പിച്ചതും. കാരണം ഭക്തനെ ഒരിക്കലും ഭഗവാൻ കൈവെടിയുകയില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഈ കഥയിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്നത്. ഭഗവാനെ സ്നേഹിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും സമസ്ത അപരാധം പറഞ്ഞ് ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനോട് ക്ഷമ ചോദിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവയെല്ലാം പുറത്ത് ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയും എല്ലാ ഐശ്വര്യങ്ങളും ഭക്തന് പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നുള്ള വലിയ സന്ദേശമാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭക്തിയോടുകൂടി ഭഗവാനെ സ്നേഹിച്ചു കൊള്ളുക. ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ പോലും അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസരത്തിൽ ക്ഷമ ചോദിച്ച് ഭഗവാനോട് സമസ്താപരാധം പറഞ്ഞ് ഭഗവാനെ സ്നേഹിച്ച് പൂജിച്ച് കഴിഞ്ഞുകൊള്ളുക. തീർച്ചയായിട്ടും ഭഗവാൻ ക്ഷമിച്ച് നമുക്ക് വേണ്ട ഐശ്വര്യങ്ങളൊക്കെ നൽകുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. നാളെ ഭഗവാന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ പറയുന്നത്. ഭഗവാന്റെ മറ്റൊരു വിവാഹ വിശേഷമാണ്. ആ വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായി, കാളിന്തിയുമായിട്ടുള്ള വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായി എല്ലാവരും കാത്തിരിക്കുക. എത്ര പേര് കാളിന്തി വിവാഹത്തിന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് തന്നെ നമ്മളൊക്കെ എത്രയോ കാലം ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് എന്ന് ഓർത്തുകൊള്ളുക. സ്നേഹിക്കുക ഭഗവാനെ, പ്രാർത്ഥിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.